നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും 2024 തിരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലമറിയാൻ വേണ്ടി കാത്തിരിക്കുകയാവും. അത് പുറത്തുവിടാൻ ചാനലുകളും വെമ്പൽ കൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. ഏതാണ്ട് 6 മണിക്ക് ഇലക്ഷൻ തീർന്നാൽ അരമണിക്കൂർ കൂടി കഴിഞ്ഞ് എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടാവൂ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം. ഈ ഇലക്ഷൻ സമയത്ത് പ്രധാനമായും ഇലക്ഷൻ്റെ ട്രെൻഡ് അറിയുന്നതിന് 2-3 മാർഗ്ഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഒന്ന് പ്രീ പോൾ സർവേ ആണ്. ഈ ഇലക്ഷന് മുമ്പ് എന്താണ് അതിൻ്റെ ഒരു ആകസ്ഥിതിയെന്നും എന്താണ് ഈ പ്രീ പോൾ ഇലക്ഷന് മുമ്പുള്ള വോട്ടർമാരുടെ മനസ്സെന്നും പഠിക്കുന്നതാണ് പ്രീ പോൾ സർവേ. അത് കഴിഞ്ഞു. പ്രീ പോൾ സർവേയിലെല്ലാം ഒട്ടുമിക്കതിലും വളരെ മൃഗീയമായ ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ വരുന്നതിൻ്റെ കണക്കുകളാണ് പ്രീ പോൾ സർവേയിൽ. അതിൽ 400 പറഞ്ഞവരുണ്ട്, 390 പറഞ്ഞവരുണ്ട്, 350 വരെ പറഞ്ഞവരുണ്ട്. അതിൻ്റെ താഴോട്ട് പറഞ്ഞ ആരും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇലക്ഷനിലേക്ക് പ്രവേശിക്കുന്ന പ്രീ പോൾ സർവേ. ഇലക്ഷൻ തുടങ്ങിയ ശേഷം പിന്നീട് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഇലക്ഷൻ തുടങ്ങിയ ശേഷം പിന്നീട് വിദഗ്ധരുടെ വിശകലനങ്ങളാണ്. പല വാദമുഖങ്ങളുമായി പലരും നിരീക്ഷണങ്ങളും നിഗമനങ്ങളുമൊക്കെ പറയും. കൃത്യമായുള്ള ഏതെങ്കിലും കണക്കുകളോ എക്സിറ്റ് പോൾ ആണെന്ന പേരിലോ ആർക്കും പുറത്തുവിടാൻ ഇലക്ഷൻ കമ്മീഷൻ അധികാരം കൊടുത്തിട്ടില്ല. അവിടെ എത്തിയപ്പോഴേക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവുകയുണ്ടായി. അതിൽ 2 സ്ട്രീമായിട്ട് വേണമെങ്കിൽ അതിനെ നമുക്ക് കാണാം. ഒരു സ്ട്രീമിൽ നമ്മുടെ പ്രശാന്ത് കിഷോർ അല്ലെങ്കിൽ അതുപോലെയുള്ള ചിലരൊക്കെയും നടത്തിയ നിരീക്ഷണങ്ങളാണ്. മറുവശത്ത് യോഗേന്ദ്ര യാദവ്, രുചിർ ശർമ്മ എന്നിവർ പ്രകടിപ്പിച്ച സന്ദേഹങ്ങളാണ്. അതൊക്കെ നിരീക്ഷണങ്ങളാണ്. പ്രശാന്ത് കിഷോർ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യത്തേതിനേക്കാൾ കൂടുതൽ സീറ്റ് ചിലപ്പോൾ BJPക്ക് കിട്ടിയേക്കും. അതുപോലെ തന്നെ ഇന്ത്യ ബ്ലോക്കിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും, കോൺഗ്രസിൻ്റേത് വളരെ കുറവായിരിക്കും എന്ന തരത്തിലുള്ള നിരീക്ഷണമാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞതും കരൺ താപ്പർ അതിനെ കൗണ്ടർ ചെയ്തതുമൊക്കെ നമ്മൾ കേട്ടതാണ്. മറുവശത്ത് യോഗേന്ദ്ര യാദവ് മറിച്ചൊരു വാദവുമായിട്ടാണ് രംഗത്ത് വന്നത്. യോഗേന്ദ്ര യാദവ് മാത്രമല്ല, രുചിർ ശർമ്മയും അതിനോടൊപ്പം ഉണ്ട്. രുചിർ ശർമ്മ നമുക്കറിയാവുന്നതുപോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പേർട്ടാണ്. അദ്ദേഹം പറഞ്ഞത് NDA മുന്നണിക്ക് തിരിച്ചടി ഉണ്ടാവും, ഇന്ത്യ ബ്ലോക്ക് ചില കാര്യങ്ങൾ മുതലാക്കും. അദ്ദേഹം ആകെ 4 സംസ്ഥാനങ്ങളാണ് സഞ്ചരിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൃത്യമായ കണക്കുകളൊന്നുമില്ല. യോഗേന്ദ്ര യാദവും അദ്ദേഹം പണ്ട് CDS എന്ന് പറയുന്ന ഒരു എക്സിറ്റ് പോൾ ടീമിൻ്റെ ഭാഗമായിരുന്നെങ്കിലും ഇപ്പോഴെന്തെങ്കിലും എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിലല്ല, പുള്ളി ഒരു 10-18 വർഷ കാലഘട്ടം ഇതിൽ പ്രവർത്തിച്ചതിൻ്റെ പരിചയം വെച്ച് നമ്മൾ സാധാരണ പറയുന്ന ഫീലിംഗ് ബൈ ടച്ചിങ് എന്ന് പറയുന്നത് പോലെ, തൊട്ടറിയുക എന്ന് പറയുന്നത് പോലെ 12,000 കിലോമീറ്റർ സഞ്ചരിച്ച് ഞാൻ കണ്ടെത്തിയ നിഗമനങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. ഇതിനിടയിൽ ഒരാൾ കൂടി ചർച്ചയിൽ കൊണ്ടുവന്നിരുന്നു, പ്രദീപ് ഗുപ്ത എന്ന് പറയുന്ന ആക്സിസ് പോൾ ഇന്ത്യയുടെ അതിൻ്റെ CEO. അദ്ദേഹം അങ്ങനെ കണക്കുകളൊന്നും വിട്ടു പറയാൻ തയ്യാറായില്ല. കാരണം അദ്ദേഹം എക്സിറ്റ് പോളിൻ്റെ ആളാണ്, ആ ഏജൻസിയാണ്. ഇന്ത്യ ടുഡേയുമായിട്ടാണ് അതിന് ടൈപ്പ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നിരീക്ഷണങ്ങളെയും നിഗമനങ്ങളുടെയും കാലമാണ് കഴിഞ്ഞത്. ഇനി കാത്തിരിക്കുന്നത് എക്സിറ്റ് പോളിൻ്റെ ടൈമാണ്. 6:30 മണി മുതലാണ് എക്സിറ്റ് പോൾ പുറത്തു വരിക. 4-ാം തീയതിയാണ് റിയൽ പീപ്പിൾസ് പോൾ പുറത്തു വരുന്നത്. എക്സിറ്റ് പോളിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ നോക്കിക്കാണുന്നവർ അതിനെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയിൽ മാത്രം കാണുന്നതാവും ഏറ്റവും ഉചിതമാവുക എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്തിട്ടിറങ്ങി വരുന്ന വോട്ടറുടെ മനസ്സാണ് പറയുന്നത്. അവരോട് ചോദിക്കുന്ന ഇൻഫർമേഷനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാമ്പിൾ പോപ്പുലേഷൻ എടുത്താണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുമ്പോൾ അതിലാകെ ബോധപൂർവം മറ്റെന്തെങ്കിലും ലാഭം പ്രതീക്ഷിച്ച് തെറ്റിക്കാത്ത ഒരാളെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ആക്സിസ് പോൾ ഇന്ത്യയുടെ പ്രദീപ് ഗുപ്തയുടെ എക്സിറ്റ് പോൾ ആയിരിക്കും. അത് ബോധപൂർവം അദ്ദേഹം ആർക്കെങ്കിലും വേണ്ടി തെറ്റിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമാണ്, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയാണ്. വലിയ തുകയ്ക്കാണ് ഇന്ത്യ ടുഡേയുമായി അദ്ദേഹം ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ത്യ ടുഡേയുമൊക്കെയായി മാത്രം ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് പലപ്പോഴും കാണുന്നത്. അദ്ദേഹത്തിൻ്റേതാണ് കുറച്ചൊരു ക്രെഡിബിളായിട്ടുള്ള സംഗതി. ഞാൻ പറഞ്ഞത് ബാക്കിയുള്ളവരെല്ലാം നമ്മൾ സാധാരണ പറയുന്ന ഗോഡി മീഡിയ എന്ന് പറയുന്ന ഒരു ഗണത്തിൽ വരുന്ന, തുക കൊടുത്താൽ എന്തും പറയുന്ന, അങ്ങനെ പറഞ്ഞ് അത് സ്ഥാപിച്ച് നിൽക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഇതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരു നിര തന്നെ എക്സിറ്റ് പോളുകൾ പുറത്തു വരും.
ആ ന്യൂസ്, ഈ ന്യൂസ്, മറ്റേ പോൾ എന്നൊക്കെ പറഞ്ഞ്. അതിപ്പോൾ നമുക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാം. കേരള ചാണക്യ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് 6:30 വേണമെങ്കിൽ നമുക്കെടുത്ത് അങ്ങ് ബ്രേക്ക് ചെയ്യാം. എക്സിറ്റ് പോളിലുള്ള റിസ്ക് എന്താണെന്ന് ചോദിച്ചാൽ, പ്രീ പോളിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ വേണമെങ്കിൽ പറയാം ഇലക്ഷൻ പ്രചരണം തുടങ്ങിയപ്പോൾ ആളുകളുടെ മനസ്സ് മാറി, അതിങ്ങനെ ആയി തീർന്നു എന്നൊക്കെ പറയാം. എക്സിറ്റ് പോളിൽ ആ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ ആയിരിക്കും സംഭവിക്കുക. ഈ എക്സിറ്റ് പോളിലെ പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്സിസ് പോൾ ഇന്ത്യ എന്ന് പറയുന്ന എക്സിറ്റ് പോൾ സർവേ ആണ് കാശ് വാങ്ങാതെ ആർക്കും വേണ്ടി അല്ലാതെ റിലയബിളായി അവർ ചെയ്തിട്ടുണ്ടാവുക. ബട്ട് ദാറ്റ് ഡസൻ മീൻസ് അത് തെറ്റിപ്പോകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നാച്ചുറലായിട്ടുള്ള എറർ ധാരാളം ഉണ്ടാകാം അവർക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 2004 എക്സിറ്റ് പോൾ എല്ലാം പറഞ്ഞത് വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇന്നത്തെ പോലെ അത്ര അഗ്രസീവ് ഒന്നും അല്ലാത്ത, എല്ലാവർക്കുമൊക്കെ തൃപ്തിയായ ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന ഒരു പരസ്യവുമായിട്ടാണ് രംഗത്ത് വന്നത്. അങ്ങനെ രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണം തന്നെ തിരിച്ചു വരുമെന്നായിരുന്നു എല്ലാ എക്സിറ്റ് പോൾ സർവേയും, എല്ലാ എക്സിറ്റ് പോളും. ചിലർ മൃഗീയ ഭൂരിപക്ഷം പ്രഖ്യാപിച്ചു, മറ്റ് ചിലർ മിനിമം ഭൂരിപക്ഷം പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ UPA സർക്കാരാണ് വന്നത്. രണ്ടാം UPA വന്നപ്പോഴും ആ കണക്കുകൾ തെറ്റി. രണ്ടാം UPA വീണ്ടും അധികാരത്തിൽ വരുമെന്ന് മിനിമം സംഗതികളുമായി, അതായത് ആദ്യ തവണ വന്നതിനേക്കാൾ സീറ്റ് കുറച്ച് രണ്ടാമത് വരുമെന്നാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പറഞ്ഞത്. പക്ഷേ സീറ്റ് നില മെച്ചപ്പെടുത്തിയാണ് ഈ രണ്ടാം UPA സർക്കാർ വന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആക്സിസ് പോൾ ഇന്ത്യക്കും വളരെ ഗൗരവമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അവിടെയും ഞാൻ പറയുന്നു, അത് ബോധപൂർവമായിരിക്കില്ല എന്ന് പറയാൻ കാരണം, ഈ പ്രദീപ് ഗുപ്തയുടെ ഒരു അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ ഒരിക്കൽ കേട്ടു. ഈ എക്സിറ്റ് പോൾ ഫലം തെറ്റിപ്പോയാൽ പിന്നെ 4-5 ദിവസത്തേക്ക് ആരോടും മിണ്ടാനോ ഭക്ഷണം കഴിക്കാനോ പോലും തോന്നില്ല എന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈമറി ഉപജീവന മാർഗവും അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയുമാണ് ആ അസസ്മെൻറ്റിൽ നഷ്ടപ്പെടുന്നത്. പക്ഷേ അങ്ങനെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, വളരെ കൃത്യമായി എക്സിറ്റ് പോൾ ഫലം പറഞ്ഞ ഒരു സംഭവം കർണാടക തിരഞ്ഞെടുപ്പാണ്. കർണാടക തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കിട്ടിയ 130-നടുത്ത സീറ്റ് ആക്സിസ് പോൾ ഇന്ത്യ പ്രവചിച്ചിരുന്നു, അതവർക്ക് കിട്ടി. പക്ഷേ വളരെ ഗൗരവമായി പാളിപ്പോയത് എന്താണെന്ന് ചോദിച്ചാൽ, ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്നാണ് ആക്സിസ് പോൾ സർവേ പറഞ്ഞത്. പക്ഷേ സംഗതി മാറി, BJP സർക്കാരാണ് വന്നത്. രാജസ്ഥാനിൽ ഒന്നാം കക്ഷിയായി കോൺഗ്രസ് വരുമെന്നും തൊട്ടുപുറകിൽ BJP കാണുമെന്നുമാണ് ആക്സിസ് പോൾ പ്രവചിച്ചത്. പക്ഷേ അവിടെ അധികാരത്തിൽ വന്നത് BJP ആണ്, വ്യക്തമായ ഭൂരിപക്ഷത്തോടെ. ഇതൊക്കെ സമീപകാലത്ത് ഇങ്ങോട്ട് തെറ്റിപ്പോയ എക്സിറ്റ് പോളുകളാണ്. അപ്പോൾ ചുരുക്കത്തിൽ എക്സിറ്റ് പോൾ സംഗതി എന്ന് പറയുന്നത് കണ്ട് ആരും അമിതമായി ആഹ്ലാദിക്കുകയോ വിരളി പിടിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. റിയൽ പോൾ ഡേറ്റ വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എക്സിറ്റ് പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ, എക്സിറ്റ് പോൾ 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഇത് സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾക്ക് ലഭിക്കുന്ന TRP, അവരുടെ പ്രോഗ്രാം കാണുന്ന ആളുകൾ അത്രയും അതിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അതിലൂടെ കിട്ടുന്ന പരസ്യ വരുമാനം, അതിലൂടെ കിട്ടുന്ന ക്രെഡിബിലിറ്റി. ഇപ്പോൾ 6:30 ആകുമ്പോൾ ഇതറിയാൻ വേണ്ടി എല്ലാവരും ഓണാക്കി അവർക്ക് ഏറ്റവും വിശ്വസ്തമായ ചാനൽ വെച്ചുകൊണ്ടിരിക്കും. 140 കോടി ജനങ്ങളുള്ള രാജ്യത്തൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കോടി ജനങ്ങളായിരിക്കും ഇത് ലൈവായി കാണുക. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പത്തിക ലാഭം നമ്മൾ ഊഹിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാത്തൊരു കാര്യം, നമ്മൾ സാധാരണ ഈ ക്രിക്കറ്റിലൊക്കെ വാതുവെപ്പ് പറയുന്നത് പോലെ ഇലക്ഷനും ഭയങ്കര ബെറ്റിംഗ് ഉണ്ട്. നമ്മുടെ നാട്ടിലുമൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊക്കെ വളരെ ചെറിയ ബെറ്റിങ്ങാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപ, മുടി മുട്ടയടിക്കാം, മീശ പകുതി എടുക്കാം, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ബെറ്റിങ്ങിൽ അങ്ങനെയല്ല. ബെറ്റിങ്ങിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇതാര് ജയിക്കും തോക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഇടം കൊണ്ട് ബെറ്റ് തീരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്നത്തെ ഡേറ്റയും കൂടി കണ്ടിട്ട് വേണമെങ്കിൽ വലിയ തുകയ്ക്ക് നാളെയും മറ്റന്നാളും ഒക്കെ ബെറ്റ് വെക്കാം. ജൂൺ 4-നാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ബെറ്റിങ്ങിനെ സഹായിക്കാൻ കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിലിപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്, ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ വിശകലനം ചെയ്യുന്ന ചാനലുകളിലൊന്നും തങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്നാണ്. അതിനവർ പറഞ്ഞ റീസൺ,
അതൊരു പ്രസക്തമല്ല. ചാനലുകൾക്ക് TRP ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അതിനിരിക്കേണ്ട കാര്യമില്ല. 4-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാവും, അതിനു മുമ്പ് ഞങ്ങൾ ഇരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിലൊരു പരിഭവം കൂടിയുണ്ട്. പരിഭവം വേറൊന്നുമല്ല, എല്ലാ യോഗങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും എല്ലാം രാഹുൽ ഗാന്ധി ക്യാമ്പയിനിൽ ഈ ചാനലുകളെ കടന്നാക്രമിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, അവരിൽ നിന്ന് പരസ്യവും തുകയും സ്വീകരിച്ച് ചില പ്രത്യേകതരം വാർത്തകൾ മാത്രം സംപ്രേഷണം ചെയ്ത് ഗോഡി മീഡിയ എന്ന പേര് സമ്പാദിച്ച് സർക്കാരിൻ്റെ സ്വന്തക്കാരായി മാത്രം അടിമപ്പണി ചെയ്യുന്ന ആളുകളോട് ഉള്ള നീരസം അദ്ദേഹം ക്യാമ്പയിനിങ്ങിലും പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയാകണം കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞത്. ഏതായാലും അത്തരത്തിലായിരിക്കും എക്സിറ്റ് പോൾ നടക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എക്സിറ്റ് പോൾ കണ്ടുകൊള്ളൂ, കുഴപ്പമില്ല. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് വേറൊരു സ്റ്റാൻഡും എടുക്കാം. നമ്മൾ സാധാരണ പറയില്ലേ, വേവോളം ഇരുന്നു ഇനി 6 വോളം ഇരുന്നൂടെ എന്ന്. ഇത് വെന്ത് വരുന്നത് വരെ ഏതാണ്ട് 1 മാസത്തോളം കാത്തിരുന്നവർക്ക് ഇനി 2-3 ദിവസം കൂടി ഒന്ന് കാത്തിരിക്കുന്നത് കൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ അടിമപ്പണി ചെയ്യുന്ന, പ്രചാരവേല ചെയ്യുന്നവർക്ക് ആളിനെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ദൗത്യം, അതിന് ഏറ്റവും വിലപ്പെട്ട സമയവും കറണ്ട് ചാർജും ഒക്കെ നമ്മൾ കളയണോ എന്നുള്ളത് കൂടി നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്.